നല്ലതാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് കുളിക്കുമ്പോൾ അവരുടെ ഇടയിലെ ആത്മബന്ധം വളരും. കൂടാതെ എന്താണെന്നറിയാവോ, അവർ തമ്മിലുള്ള ആ ഒരു നാണമില്ലേ, അത് മാറും. പിന്നെ രഹസ്യങ്ങൾ കുറയും. ശരിയാ ചേട്ടാ, കുളക്കടവിലും ആറ്റിലും തോട്ടിലും ഒക്കെ ഒന്നിച്ച് കുളിക്കുന്നതല്ലേ, പിന്നെന്താ ഈ കുളിമുറിയിൽ ഒന്നിച്ച് കുളിച്ചാല്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് വല്ലപ്പോഴുമൊക്കെ നമ്മുടെ ഭാര്യയെ ഒന്ന് കെട്ടിപ്പിടിക്കുക. അയ്യോ എന്തുവാ ഇത്, വല്ലവരും കാണും. ആര് കാണാനാ? ഇത് നമ്മുടെ വീടല്ലേ, ഇനി കണ്ടാലെന്താ? നീ എൻ്റെ ഭാര്യയല്ലേ? ദേ നേരത്തെ പോലെയല്ല, പിള്ളേർ പ്രായമായി വരുവാ, അവര് കാണും. ഇപ്പോഴാ അവര് കാണേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം. അത് കണ്ടാണ് അവർ വളരേണ്ടത്. എങ്കിലേ അവർക്കും അവരുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ സ്നേഹിക്കാൻ പറ്റൂ. ഭാര്യ പറയുന്ന കാര്യങ്ങൾ സമാധാനത്തോടെ കേൾക്കുക, ഒരു നല്ല കേൾവിക്കാരനാവുക. ആ ചേട്ടൻ വന്നോ? എന്ത് പറ്റി ക്ഷീണിച്ചങ്ങിരിക്കുന്നത്? ഭയങ്കര ക്ഷീണം ചേട്ടാ, ഇന്ന് കുറെ ജോലി ഉണ്ടായിരുന്നു. എന്നത്തെ പോലെ അല്ലേ ഉള്ളായിരുന്നു? ഇന്നെന്താ പ്രത്യേകിച്ച് ജോലി ഉണ്ടായിരുന്നത്? ഇന്നലെ ഗസ്റ്റ് വന്ന് പോയ കാരണം കുറെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാന്, പിന്നെ കുറെ തുണി ഉണ്ടായിരുന്നു. ആഹാ, എല്ലാം ഒറ്റയ്ക്കങ്ങ് ചെയ്തോ? ഈ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി പിന്നെ ആഹാരങ്ങൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായി പോയി ചേട്ടാ. എല്ലാ ജോലിയും കൂടെ ഒരു ദിവസം ചെയ്യരുത്. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ജോലിയെ ചെയ്യാവൂ. മുറി എന്തിനാ തുടച്ച് വൃത്തിയാക്കിയത്? ഞാൻ വന്നിട്ട് തുടക്കത്തില്ലായിരുന്നു. കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വരുന്ന ചേട്ടനെയും കൊണ്ടാണോ ചെയ്യിക്കേണ്ടത്? എനിക്കതൊന്നും ഇഷ്ടമല്ല. അതൊന്നും സാരമില്ല, ഞാനും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ നിനക്ക് അതൊരു സഹായമാകത്തില്ലേ? ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയ ആശ്വാസം. വല്ലപ്പോഴുമൊക്കെ ഭാര്യയെ സഹായിക്കുക, അവൾക്ക് വേണ്ടി പാചകം ചെയ്യുക. ബിന്ദുസേ, എന്താ പരിപാടി? കൂട്ടാൻ ഉണ്ടാക്കുക ചേട്ടാ, ചോറ് മാത്രമേ റെഡിയായുള്ളൂ. എന്നാ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ഇന്ന് കറികളെല്ലാം എന്റെ വക. അയ്യോ വേണ്ട ചേട്ടാ, ഞാൻ ചെയ്തോളാം. എന്നും നീയല്ലേ ചെയ്യുന്നത്? ഇന്നൊരു ചേഞ്ച്, ഇന്ന് പോയി റെസ്റ്റ് എടുത്തു, ഞാൻ ചെയ്തോളാം. അയ്യോ ചേട്ടനെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ പോയി റെസ്റ്റ് എടുക്കാനോ? അത് വേണ്ട, ഞാൻ ചെയ്തോളാം. അതൊന്നും സാരമില്ല, എനിക്ക് അവധിയല്ലേ, ഇന്നൊരു ദിവസം ഞാൻ ചെയ്യാം. എന്നാ ചേട്ടൻ ചെയ്തോ, ഞാനിവിടെ സഹായിക്കാം. എന്നാ അത് മതി. നമ്മുടെ ഭാര്യയോട് ദയയോടും അനുകമ്പയോടും സന്തോഷത്തോടെയും കൂടി പെരുമാറുക. എന്താ പറ്റിയത്? ചട്ടി പൊട്ടിയോ? എനിക്ക് മാറിക്ക് ഇതാ കാലെ കൊള്ളുങ്ങി മാറ്, എഴുന്നിട്ട് മാറ്, ഞാൻ എടുത്തോളാം. കാലിലൊന്നും വീഴാൻ കാര്യമായി. ഇത് വെളി കൊണ്ട് കളയാം കേട്ടോ. ഇതെന്താ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നത്? ഒരു ചട്ടി പൊട്ടിയാനാണോ ഇങ്ങനെ വിഷമിക്കുന്നത്? സാരമില്ല, പോട്ടെ, അബദ്ധത്തിൽ പറ്റിയതല്ലേ. ചേട്ടന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ആണുങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ കൊന്നേനെ. അതിന് നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ. അബദ്ധം സംഭവിച്ച ചേർത്ത് നിർത്തുന്നതിന് പകരം ദേഷ്യപ്പെട്ടുണ്ടല്ലോ കുടുംബബന്ധം തകർന്നു. ചേട്ടാ മോനെ, ബാ ചോറെടുത്ത് വെച്ച് വന്നു കഴിച്ചേ. നമ്മുടെ ഭാര്യ നമുക്ക് ചെയ്തു തരുന്ന സഹായങ്ങൾക്ക് അവളെ അഭിനന്ദിക്കുക. നീ ഇവിടെ അങ്ങ് ഇരിക്കടി, എന്നിട്ട് വിളമ്പാ. നല്ല സൂപ്പർ കറിയാ കേട്ടോ. എന്താ ടേസ്റ്റ്? ഓ ചുമ്മാ ചുമ്മാടി, സത്യം നല്ല സൂപ്പർ കറിയാ. എന്നിട്ട് മോൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. അതിനവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഓടുന്ന് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്ന കറികളൊക്കെ സൂപ്പർ അല്ലേ? ചൂടും കിട്ടും. ബിന്ദുസേന്റെ ഷർട്ട് തേച്ചിട്ടായിരുന്നോടി? ആ ചേട്ടാ തേച്ചിട്ടേക്കോ, കബോർഡിനകത്തിരിപ്പുണ്ടേ. ആഹാ, നല്ല അടിപൊളിയായിട്ട് തേച്ചല്ലോ. ഞാൻ പോലും തേച്ച ഇത്രയും ഒക്കത്തില്ല, ഒറ്റ ചുളുക്കമില്ല. ഭാര്യയെ നിസ്സാരമായി കാണരുത്, അവളുടെ നല്ല പ്രവൃത്തികളെ എടുത്തു പറയുക. എടി നീ ഇതുവരെ റെഡി ആയില്ലോടി? കഴിഞ്ഞു ചേട്ടാ, ഇനി ഡ്രസ് കൂടി ഇട്ടാ മതി. സത്യം പറയാൻ നിങ്ങളെ സ്ത്രീകളെ സമ്മതിക്കണം കേട്ടോ. അതെന്താ ചേട്ടാ? രാവിലെ തന്നെ എൻ്റെ ഇവിടെ ജോലിക്ക് ഇറങ്ങുന്ന നീ തൂത്തുവാരി, പാത്രം കഴുകി, തുണി കഴുകി, രാവിലത്തെയും ഉച്ചക്കലത്തെയും ഫുഡും എല്ലാം ഉണ്ടാക്കി എൻ്റെ ഇവിടെ തന്നെ ജോലിക്ക് ഇറങ്ങി വരുന്നില്ലേ? പിന്നെ വൈകിട്ട് എന്നേക്കാൾ മുന്നേ എത്തി ബാക്കി പണികളെല്ലാം ചെയ്ത് കുളിച്ച് സുന്ദരിയായിട്ടിരിക്കും. ചേട്ടനും എന്നെ സഹായിക്കാറുണ്ടല്ലോ. ഓ, ഞാൻ എന്ത് ചെയ്യുന്നു? കൂടെ കയറി എന്തെങ്കിലും ഒന്ന് ചൊറിയും. അത് മതി ചേട്ടാ, അതൊരു വലിയ സന്തോഷമാണ്. ആണുങ്ങളോട്ടല്ലല്ലോ നിങ്ങൾ പെണ്ണുങ്ങള്. മാസം മാസം പീരീഡ്, അതിൻ്റെ വേദന, പ്രസവം, കുഞ്ഞുങ്ങളെ കൊണ്ടു നടന്ന് വളർത്തി വലുതാക്കി അസുഖം വരുമ്പോൾ ഉറങ്ങാതെ അവർക്ക് കൂട്ടിരുന്ന് ചിന്തിക്കാൻ തന്നെ വയ്യ. സത്യമാണ്, ആ സമയത്തൊക്കെ ചേട്ടന്റെ സഹായം ഉള്ളത് കൊണ്ട് ഞാൻ ഭാഗ്യവതിയാണ്. ഭർത്താക്കന്മാർ സഹായിക്കാത്ത ഭാര്യമാരുടെ കാര്യമാണ് കഷ്ടം. തൻ്റെ ഭാര്യയെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടുകയോ കളിയാക്കുകയോ ചെയ്താൽ
അവൾക്ക് വേണ്ടി നിലകൊള്ളുക. ചേട്ടാ ഇവര് പറയുന്ന കേട്ടോ. ആ എന്താ പ്രശ്നം? നിങ്ങളുടെ തൊഴിലൊന്നുമേ ഇങ്ങോട്ട് എടുക്കണ്ട. ഇവളെ എൻ്റെ വെണ്ണ. നിങ്ങൾ നല്ലതാണെന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാർ പറയട്ടെ, എന്നിട്ട് ഞാൻ സമ്മതിക്കാം. കണ്ട അവളുമാരുടെയും അവന്മാരുടെയും കുറ്റങ്ങൾ പറഞ്ഞ ആൾക്കാരെ നിനക്കൊക്കെ അറിയത്തുള്ളൂ. ഇവളെ എൻ്റെ ഭാര്യ. ഭാര്യ ഇങ്ങോട്ട്. തൻ്റെ ഭാര്യയോട് എപ്പോഴും വിശ്വാസവും സത്യസന്ധതയും പുലർത്തുക. ആ ചേട്ടൻ വന്നോ? എന്താ ചേട്ടാ ഇത്രയും താമസിച്ചേ? ഇനി ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ വിശാലിനെ കണ്ടായിരുന്നു. അവനോട് കുറച്ചേരം സംസാരിച്ചങ്ങ് നിന്ന്. ഏതാ? നമ്മുടെ ഗൾഫിലുള്ള വിശാലോ? ആ അതെ. അവൻ വന്നോ? പോയിട്ട് 1 വർഷം പോലും ആയില്ലല്ലോ. എടി അവൻ പോയതിന് ശേഷം അവൻ്റെ ഭാര്യയ്ക്ക് എന്തോ ചുറ്റിക്കളി നാട്ടിൽ. അവനെന്തോ സംശയം തോന്നിയിട്ടാ അവനിപ്പോൾ പെട്ടെന്ന് കയറി വന്നത്. അയ്യോ, ഒരു പാവം പയ്യനല്ലേ. അവൻ ആ വീടിന് വേണ്ടി എന്തും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളതാ. ഇവക്കൊക്കെ എന്തിന്റെ കേടാ. ആ എന്ത് പറയാനാ, അവനോട് കുറച്ചേരം സംസാരിച്ചിരുന്ന സമയം അങ്ങ് പോയി. ഇതാ ഈ ഫോൺ അങ്ങ് വെച്ചാൽ. ആ ബാഗ് കൂടി ഇതാ ചേട്ടാ. ചേട്ടൻ എന്താ ഈ ഫോണിൽ ലോക്ക് ഇടാത്തത്? എടി അതിനകത്ത് രഹസ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി അഥവാ ഫോൺ ലോക്ക് ചെയ്താൽ തന്നെ കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഫോൺ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാമല്ലോ. അതുതന്നെയാണ് നമ്മുടെ വിജയവും. നമ്മുടെ പങ്കാളിയെ നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാതെ കുറേയൊക്കെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുക. ചേട്ടാ ഞാൻ പുറത്തോട്ട് നോക്കോട്ടെ? എവിടെ അടി? ചേട്ടാ എനിക്ക് 1-2 ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് ഒന്ന് ത്രെഡ് ചെയ്യണം. നിന്റെ ഈ പൈസ ഉണ്ടോ? ആ ഉണ്ട്. ആ എന്നാ പോയിട്ട് വാ, വണ്ടി കൂടെ സൂക്ഷിച്ചു പോണേ. ആ എന്നാ ശരി ചേട്ടാ. അവളുടെ കുടുംബത്തെ ബഹുമാനിക്കുക, അവരോട് നന്നായി പെരുമാറുക. ഹലോ, ആ അച്ഛ പറ. അച്ഛനാണോ? എടി അച്ഛനാ. വേണ്ട വേണ്ട, അച്ഛൻ വയ്യാതെ ഇങ്ങോട്ട് വരണ്ട. ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചോളാം. പിന്നെ മോളെ കൊണ്ടുവന്ന് കാണിക്കേണ്ടതേ ഈ മരുമോൻ്റെ കടമയില്ലയോ? ആ അത് മതി മതി. മരുമോൻ അല്ല മോൻ. ഓക്കെ. അച്ഛന് മരുമോൻ എന്ന് പറയുന്നതല്ല ഇഷ്ടം, മോനെന്ന് പറയുന്നത് ഇഷ്ടം ഇല്ലയോ? അച്ഛൻ്റെ മൂത്ത മോന. ശരി ശരി, ഞാൻ കൊണ്ടുവന്നോളാം. നാളെ ഞങ്ങളങ്ങ് വരാം. ശരി അച്ഛാ, ഓക്കെ. അമ്മ എന്ത് ചെയ്യേ? ആണോ? ആ പറഞ്ഞാൽ മതി. ആ നാളെ വരുമ്പോൾ കാണാമല്ലോ. ശരി ആയിക്കോട്ടെ. ഉറപ്പായിട്ടും ആഴ്ചയിൽ 1 ദിവസമെങ്കിലും തൻ്റെ പങ്കാളിയോടൊപ്പം ഒന്നിച്ച് കുളിക്കുക. എടി ബിന്ദു, നീ കുളിച്ചായിരുന്നോടി? ഇല്ല ചേട്ടാ, ഞാൻ കുളിച്ചില്ല. ചേട്ടൻ വരുന്നതും കാത്തിരുന്നതാ. അതെന്താ കുളിക്കാതിരുന്നേ? ഒരുമിച്ച് കുളിക്കാനിപ്പോ കൊതിയാണല്ലേ? പിന്നെ അതുകൊണ്ടൊന്നും അല്ല. ചേട്ടനല്ലേ പറഞ്ഞത് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കുളിക്കണമെന്ന്? എടി ഇത് ഞാൻ പറയുന്നതല്ല, ഇതൊരു ലോക സത്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് കുളിക്കുമ്പോൾ അവരുടെ ഇടയിലെ ആത്മബന്ധം വളരും. കൂടാതെ എന്താണെന്നറിയാവോ, അവർ തമ്മിലുള്ള ആ ഒരു നാണമില്ലേ, അത് മാറും. പിന്നെ രഹസ്യങ്ങൾ കുറയും. ശരിയാ ചേട്ടാ. കുളക്കടവിലും ആറ്റിലും തോട്ടിലും ഒക്കെ ഒന്നിച്ച് കുളിക്കുന്നതല്ലേ. പിന്നെന്താ ഈ കുളിമുറിയിൽ ഒന്നിച്ച് കുളിച്ചാല്? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്നാ കേറാം. ചേട്ടാ, നമ്മളെ പോലെ ഇങ്ങനെ ഡെയിലി ഒന്നിച്ച് കുളിക്കുന്നവർ ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് സത്യം.